ഹായ് ഫ്രണ്ട്സ്, ലിനീസ് ഫുഡ് കോർണറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ റെസിപ്പി മിഠായി മേറ്റ് ഉപയോഗിച്ച് നല്ല പഞ്ഞി പോലത്തെ കേക്കാണ്. അതിന് എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് വേണമെന്ന് നമുക്കൊന്ന് നോക്കാം. മാത്രമല്ല, ഈ കേക്ക് തയ്യാറാക്കാനായിട്ട് നമുക്ക് ഇലക്ട്രിക് ബീറ്ററിൻ്റെ ഓവൻ്റെ ഒന്നും ആവശ്യമില്ല. ആവിയിലാണ് നമ്മൾ ഈ പഞ്ഞി പോലത്തെ കേക്ക് തയ്യാറാക്കിയിരിക്കുന്നത്. നമ്മളിവിടെ 250 ഗ്രാമിൻ്റെ 1 കപ്പ് മൈദയാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് നമുക്ക് 2 സ്പൂൺ ബേക്കിംഗ് പൗഡറും കൂടി ചേർത്ത് ഒന്ന് അരിച്ചെടുക്കാം. നല്ലതുപോലെ ഒന്ന് തട്ടിക്കൊടുത്ത് അരിച്ച് അതിൻ്റെ ഉള്ളിൽ കട്ടകളെല്ലാം നമുക്ക് മാറ്റിക്കളയാം. ഇനി നമുക്കിത് ഒരു ബീറ്റർ ഉപയോഗിച്ച് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അടുത്തായി നമുക്ക് 3 മുട്ട വേറൊരു ബൗളിലിട്ട് നന്നായി ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. കൂടെ നമുക്ക് 1 സ്പൂൺ വാനില എസൻസ് കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായി ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. നാനൂറ് ഗ്രാമിൻ്റെ ഒരു ടിന്ന് മിഠായി മേറ്റാണ് നമ്മളിവിടെ എടുത്തിരിക്കുന്നത്. അത് ഈ മുട്ട ബീറ്റ് ചെയ്തിൻ്റെ കൂടെ ഇട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. കൂടെ നമുക്കൊരു 4 സ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഒരു 2-3 മിനിറ്റ് നന്നായി ഒന്ന് ബീറ്റ് ചെയ്യാം. കൂടെ ഒരു 1/4 കപ്പ് ബട്ടറും കൂടി ചേർത്ത് കൊടുക്കുക. ബീറ്റ് ചെയ്യാം. നന്നായി ഒരു 3-4 മിനിറ്റ് നന്നായി ബീറ്റ് ചെയ്തുകൊണ്ടിരിക്കാം. കാരണം കൂടുതൽ നേരം ബീറ്റ് ചെയ്താൽ അത്രയും സോഫ്റ്റായി നമുക്ക് കേക്ക് കിട്ടും. ഇതിൻ്റെ കൂടെ നമ്മൾ അരിച്ച് മാറ്റി വെച്ച മൈദ കുറേശ്ശെ ഇട്ട് കൊടുത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. കട്ട കെട്ടാതെ വേണം ഇത് മിക്സ് ചെയ്തെടുക്കാനായിട്ട്. ഇത് നമുക്ക് കുറച്ചുകൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ബാക്കിയുള്ളതും കൂടി ഇട്ട് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ ബാറ്റർ നല്ല സോഫ്റ്റ് ആവുന്ന വരെ നമുക്കിത് കുറച്ച് നേരം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതെല്ലാം കൂടി മിക്സ് ചെയ്ത് കഴിയുമ്പോൾ ഏതാണ്ട് ഈ പരുവത്തിൽ നമുക്ക് കിട്ടും. കുറഞ്ഞതൊരു 5 മിനിറ്റെങ്കിലും നമ്മളത് നന്നായി മിക്സ് ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കുക. അപ്പം നമ്മുടെ കേക്ക് നല്ല പഞ്ഞി പോലെ കിട്ടും. ഒട്ടും തന്നെ ഇതിൽ കട്ട കെട്ടരുത്. ഇനി നമുക്ക് ഒരു കേക്ക് ട്രേ എടുത്ത് അതിലൊരു ബട്ടർ പേപ്പർ വെച്ച് ഓയിൽ ഗ്രീസ് ചെയ്തതിന് ശേഷം അതിലേക്ക് ഈ ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായി ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക. നമ്മളിവിടെ ഒരു ബിരിയാണി പോട്ടിൽ വെള്ളം വെച്ച് തിളച്ച് വന്നിട്ടുണ്ട്. അതിലേക്ക് ഈ കേക്ക് ട്രേ ഒരു കോയിൽ പേപ്പർ ഉപയോഗിച്ച് കവർ ചെയ്ത് ഇതിലേക്ക് ഇറക്കി വെച്ച് കൊടുക്കാം. എന്നിട്ട് നന്നായി മൂടി വെച്ച് ഒരു 45 മിനിറ്റ് ലോ ഫ്ലെയിമിൽ ഇത് വേവിച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ കേക്ക് റെഡി ആയിട്ടുണ്ട്. ഒരു ടൂത്ത് പിക്കോ കമ്പിയോ ഉപയോഗിച്ച് നമുക്കത് കുത്തി നോക്കി വെന്തോന്ന് ഉറപ്പ് വരുത്താം. ഇപ്പം നമ്മുടെ കേക്ക് നല്ല പഞ്ഞി പോലെ കിട്ടിയിട്ടുണ്ട്. എല്ലാവരും ഇത് ട്രൈ ചെയ്യണം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. മാത്രമല്ല, ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യും കൂടി വേണം. തൊട്ടടുത്ത ബെല്ലൈക്കനും കൂടി ഒന്ന് പ്രസ് ചെയ്യാം. നാളെ നമുക്ക് മറ്റൊരു റെസിപ്പിയുമായി വരുന്നതുവരെ ബൈ.